ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് പാത്രങ്ങളൊക്കെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതതിന് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പഴയ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വാടനപ്പള്ളിയിലുള്ള ജനതാ ഹോമാട്ടിലാണ് വന്നിട്ടുള്ളത്. അത് ഇവിടെ കൊടുത്തിട്ട് ഇവിടുന്ന് പഴയ പാത്രങ്ങൾ കൊടുത്തിട്ട് പുതിയ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പഴയ പാത്രങ്ങൾ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു വില തന്നെ പഴയ പാത്രങ്ങൾക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാല് കാച്ചൽ ചടങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അത് കണ്ടാൽ മതി. പിന്നെ ഇതിപ്പോൾ ഇനി ഇടാനുണ്ട് കേട്ടോ, ആ വീഡിയോ ഒക്കെ ഇനി ഇടാനുണ്ട്. അപ്പോൾ ഇത് പതുക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ അതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ താമസം മാറുന്നതിന് മുമ്പായിട്ട് പാത്രങ്ങളൊക്കെ കുറേ മാറ്റിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കുറേ ആയി വീഡിയോസ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്, ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാതിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വാടനപ്പള്ളി ജനതയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൺഡേയിലാണ് എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നില്ല. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം തിരഞ്ഞ് നടന്ന് അങ്ങനെ ആശ്വാസത്തോടു കൂടി എടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. മറ്റേ തിക്കും തിരക്കാവുമ്പോൾ നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ല ഓർമ്മ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് മനസ്സിൽ വിചാരിച്ച എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് എടുക്കാത്ത സാധനങ്ങൾ കുറച്ചൊക്കെ പുറത്ത് വേറെ ഷോപ്പിൽ നിന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ എല്ലാം പുതിയ പാത്രങ്ങൾ വേണമെന്നായിരുന്നു ബ്രദറിൻ്റെ ഒരു നിർബന്ധം. അപ്പോൾ അവൻ്റെ ഒരു നിർബന്ധ പ്രകാരമാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റാൻ വന്നിട്ടുള്ളത്. പിന്നെ നല്ല കുഴപ്പമില്ലാത്ത പാത്രങ്ങളൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് പഴക്കം തോന്നിയ പാത്രങ്ങളൊക്കെയാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും എടുക്കണ്ടാന്ന്, പിന്നെ വിചാരിച്ചു ഷോർട്ട് വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും സമയം നമ്മൾ മെനക്കെടുത്തി വന്നതാണ്, അപ്പോൾ നമുക്കൊരു വീഡിയോ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ലോങ് വീഡിയോ എടുക്കുന്നത്. ഷോർട്ട് വീഡിയോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പാത്രങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ ഷോർട്ട് വീഡിയോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഈ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇതുപോലത്തെ ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ തോന്നും. ഒരുപാട് പാത്രങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതുണ്ടാവും. പിന്നെ ഓരോ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. എങ്കിലും പരമാവധി വെച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ പരമാവധി വെച്ച് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെ ആയിരുന്നു. വലിയ റേറ്റ് ഒന്നും പറയാനില്ല. നമുക്ക് തിരക്കിടില്ലാത്തൊരു റേറ്റിൽ തന്നെ നമുക്ക് എല്ലാ പാത്രങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ ബ്രദർ ഗൾഫിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പാത്രങ്ങളൊന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഓരോരുത്തർ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ചധികം തന്നെ ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ കുറച്ചധികം തന്നെ ഉണ്ട്. ഇതിപ്പോൾ അതല്ലാത്ത പാത്രങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കണ്ടെയ്നർ, ബ്രഷ്, പിന്നെ അതുപോലെ ടോയ്ലറ്റ് ബ്രഷ്, മഫ്, പിന്നെ ബക്കറ്റുകൾ, കപ്പ്, പിന്നെ അതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ, കുറച്ച് ചെമ്പ് പോലത്തെ കുറച്ച് പാത്രങ്ങൾ, പിന്നെ പാല് കാച്ചാനുള്ള ചെമ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നോൺ സ്റ്റിക്ക് ഒഴികെയുള്ള ബാക്കി പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചവിട്ടി ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാറ്റില്ല, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ പ്ലേറ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. ഇതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ കുറച്ച് വീട്ടിലുണ്ട്. പുതിയ തന്നെ വീട്ടിലുണ്ട്, ഉപയോഗിക്കാത്തതുണ്ട്.
ഇതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ. പിന്നെ ഉമ്മയാണ് അടുത്ത് നിൽക്കുന്നത്, മറ്റേത് ഷോപ്പിലെ കുട്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ ബ്രഷൊക്കെ ഉണ്ട് എടുക്കുന്നത്, വീട്ടിൽ കിച്ചൺ ബ്രഷ്, പിന്നെ അതുപോലെ ടോയ്ലറ്റ് ബ്രഷ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് എടുക്കുന്നത്. ഉമ്മ വെറുതെ വന്നെന്നുള്ളൂ, ഒന്നും നോക്കുന്നൊന്നുമില്ല. അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നില്ല, അതൊന്നും എടുക്കുന്നൊന്നുമില്ല കേട്ടോ ആള്. അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ സിസ്റ്റർ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി കുറച്ച് സാധനങ്ങളായിട്ട് ബ്രദറും ഉമ്മയും കൂടി ലിഫ്റ്റിലാണ് കേട്ടോ വരുന്നത്. എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, അപ്പോൾ ലിഫ്റ്റിലാണ് അവർ വരുന്നത്. അപ്പോൾ അത് കുറച്ചധികം തന്നെ പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് പോയി. ചായ കുടിച്ച് വന്നതിന് ശേഷം എൻ്റെ ബില്ലൊക്കെ പേ ചെയ്തത്. ഇനി ഞങ്ങൾ പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തൂക്കി നോക്കിയതിന് ശേഷം ആ എമൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മളിവിടെ കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് കേട്ടോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പാത്രങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തൂക്കി നോക്കിയതിന് ശേഷമാണ് ബാക്കി എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങളുടെ പർച്ചേസിങ് വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇനിയും പർച്ചേസിങ് വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്